പാലക്കാടിന് പിന്നാലെ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും വിഭജിക്കാൻ കേന്ദ്ര നീക്കമോ? കേരളത്തിന്റെ റെയിൽവേ ഭൂപടത്തിൽ വീണ്ടും ഒരു നിർണായക മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണോ? പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂർ മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും പുനഃക്രമീകരിക്കാനുള്ള നീക്കം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് യാഥാർത്ഥ്യമാകുമോ? ഏതൊക്കെ പ്രദേശങ്ങളെയാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് പുതിയ ഡിവിഷൻ രൂപീകരിക്കാനുള്ള ചർച്ചകൾക്ക് പിന്നിലെ കാര്യം? ഇതിലൂടെ കേരളത്തിന്റെ റെയിൽവേ സംവിധാനത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുക? വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ എന്താണ്? ദക്ഷിണ റെയിൽവേയുടെ 6 ഭരണ ഡിവിഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. 1979 ഒക്ടോബർ 2-നാണ് തിരുവനന്തപുരം ഡിവിഷൻ രൂപീകരിച്ചത്. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഡിവിഷൻ ദീർഘകാലമായി തെക്കൻ കേരളത്തിന്റെ റെയിൽവേ പ്രവർത്തനങ്ങളുടെ പ്രധാന ഭരണകേന്ദ്രമാണ്. തിരുവനന്തപുരം സെൻട്രൽ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ, ചെങ്ങന്നൂര്, കായംകുളം, ആലുവ, നാഗർകോവിൽ ജംഗ്ഷൻ, കന്യാകുമാരി തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകൾ ഈ ഡിവിഷന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. ദക്ഷിണ ഭാഗത്ത് തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ, കന്യാകുമാരി മേഖലകളിലേക്കും ഡിവിഷന്റെ പ്രവർത്തന പരിധി വ്യാപിച്ചു കിടക്കുകയാണ്. റെയിൽവേയുടെ ഔദ്യോഗിക രേഖകളിലും തിരുവനന്തപുരം ഡിവിഷന്റെ പരിധിയിൽ കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതായി വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ റിപ്പോർട്ട്? ഓഗസ്റ്റ് 26-ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതായാണ് വിവരം. ഇതിന്റെ ഭാഗമായി നാഗർകോവിൽ കേന്ദ്രീകരിച്ച് പുതിയൊരു റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് നിലവിൽ തിരുവനന്തപുരം ഡിവിഷന്റെ പരിധിയിൽ വരുന്ന തമിഴ്നാട്ടിലെ ചില പ്രധാന റെയിൽവേ മേഖലകൾ വേർതിരിച്ച് പുതിയ ഭരണഘടനയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ചർച്ച. എന്നാൽ ഇവിടെ വീണ്ടും ഒരു കാര്യം വളരെ പ്രധാനമാണ്. നാഗർകോവിൽ ഡിവിഷൻ രൂപീകരിക്കുന്നതിനുള്ള അന്തിമ തീരുമാനമെടുത്തതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച രേഖ ഇപ്പോൾ ലഭ്യമല്ല. അതിനാൽ ഇതിപ്പോഴത്തെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള സാധ്യത മാത്രമാണ്. എന്തുകൊണ്ടാണ് നാഗർകോവിൽ ഡിവിഷൻ എന്ന ആവശ്യം? തിരുവനന്തപുരം ഡിവിഷന്റെ പരിധിയിൽ കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലെ കന്യാകുമാരി, നാഗർകോവിൽ മേഖലകളും ഉൾപ്പെടുന്നുണ്ട്. റെയിൽവേ ഭരണപരമായി നോക്കുമ്പോൾ ഒരു ഡിവിഷന്റെ പരിധി ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തിയോട് കൃത്യമായി ഒത്തുപോകണമെന്ന നിർബന്ധമില്ല. ഇന്ത്യൻ റെയിൽവേയിൽ പല ഡിവിഷനുകളും ഒന്നിലധികം സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. തിരുവനന്തപുരം ഡിവിഷനും അതിന്റെ ഉദാഹരണം തന്നെയാണ്. എന്നാൽ നാഗർകോവിൽ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിവിഷൻ വേണമെന്ന ആവശ്യം പുതിയതൊന്നുമല്ല കേട്ടോ. 2017 രാജ്യസഭയിൽ നടന്ന ചർച്ചയിലും തിരുവനന്തപുരം ഡിവിഷൻ വിഭജിക്കുന്നതിനുള്ള അന്നത്തെ നിർദ്ദേശത്തെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അന്നത്തെ ചർച്ചയിൽ നാഗർകോവിൽ, തിരുനെൽവേലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മധുര ഡിവിഷനിലേക്ക് മാറ്റുന്നതും പകരം ചില പാതകൾ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് നൽകുന്നതുമായ ഒരു നിർദ്ദേശം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് പഴയൊരു നിർദ്ദേശമാണ്. ഇപ്പോഴത്തെ 2026 റിപ്പോർട്ടുകൾ അതേ നിർദ്ദേശം തന്നെയാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ തിരുവനന്തപുരം ഡിവിഷന്റെ പുനഃസംഘടന എന്ന ആശയം മുൻപും ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇനി പാലക്കാട് ഡിവിഷനിൽ സംഭവിച്ചത് എന്താണ്? തിരുവനന്തപുരം ഡിവിഷനെ കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ പാലക്കാട് ഡിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം കൂടി നോക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് 21-ന് റെയിൽവേ ബോർഡ് പുറപ്പെടുവിച്ച തീരുമാനപ്രകാരം മംഗളൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റി ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം. ഈ മാറ്റം 2026 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. മംഗളൂർ ഉൾപ്പെടുന്ന മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റുന്നതിനെ കേരള മുഖ്യമന്ത്രി VD സതീശൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാതെയാണ് തീരുമാനമെടുത്തതെന്നും മംഗളൂർ മേഖലയിലെ വരുമാനം നഷ്ടപ്പെടുന്നത് പാലക്കാട് ഡിവിഷന്റെ സാമ്പത്തിക ശക്തിയെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കണക്കനുസരിച്ച് മംഗളൂർ മേഖല പാലക്കാട് ഡിവിഷന്റെ ചരക്ക് വരുമാനത്തിന്റെ 90%-ലധികം ഏകദേശം 650 കോടി രൂപയാണ് നൽകുന്നത്. ആകെ വരുമാനത്തിന്റെ പകുതിയിലധികവും ഈ മേഖലയിൽ നിന്നാണെന്നും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ പാലക്കാട് ഡിവിഷന്റെ പുനഃസംഘടന കേരളത്തിൽ വലിയ രാഷ്ട്രീയ ഭരണപരമായ ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരം. പാലക്കാട് ഡിവിഷനിലെ മാറ്റത്തിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനെ കുറിച്ചും സമാനമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതോടെയാണ് ആശങ്ക ശക്തമായിരിക്കുന്നത്. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ്നാട്ടിലെ നാഗർകോവിൽ കേന്ദ്രീകരിച്ച് പ്രത്യേക റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നതെന്നാണ് വിവരം.
ഇത് യാഥാർത്ഥ്യമായാൽ നിലവിലെ തിരുവനന്തപുരം ഡിവിഷന്റെ അതിർത്തിയിൽ മാറ്റമുണ്ടാകും. എന്നാൽ ഏത് സ്റ്റേഷനുകൾ പുതിയ ഡിവിഷനിലേക്ക് പോകും, എത്ര കിലോമീറ്റർ റെയിൽപാത മാറ്റും, തിരുവനന്തപുരം ഡിവിഷന് പകരമായി എന്തെങ്കിലും പ്രദേശങ്ങൾ നൽകുമോ, പുതിയ ഡിവിഷന്റെ ആസ്ഥാനം കൃത്യമായി എവിടെയായിരിക്കും, ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഔദ്യോഗികമായി അന്തിമ തീരുമാനം പുറത്തു വന്നിട്ടില്ല. അതിനാൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഓരോ അവകാശവാദവും ഔദ്യോഗിക തീരുമാനം എന്ന നിലയിൽ കാണുന്നതും ശരിയല്ല. കേരളത്തെ എങ്ങനെ ഇത് ബാധിക്കും? ഇതാണ് പ്രധാന ചോദ്യം. റെയിൽവേ ഡിവിഷൻ എന്നത് വെറും ഒരു ഭൂപടത്തിലെ അതിർത്തിയല്ല. ട്രെയിൻ സർവീസുകളുടെ പ്രവർത്തനം, ജീവനക്കാരുടെ ഭരണ സംവിധാനം, സ്റ്റേഷൻ പരിപാലനം, അടിസ്ഥാന സൗകര്യ വികസനം, വരുമാനം, ചരക്ക് ഗതാഗതം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഡിവിഷനുകൾക്ക് ഭരണപരമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിവിഷന്റെ പരിധിയിൽ വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ ഭരണപരവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു പ്രദേശം മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റിയാൽ അതേ പ്രദേശത്തെ ട്രെയിൻ സർവീസുകൾ സ്വമേധയാ നിർത്തലാക്കുമെന്നോ യാത്രക്കാർക്ക് ഉടൻ വലിയ മാറ്റമുണ്ടാകുമെന്നോ പറയാൻ കഴിയില്ല. കാരണം ഡിവിഷൻ അതിർത്തി മാറ്റവും ട്രെയിൻ സർവീസ് തീരുമാനങ്ങളും ഒരേ കാര്യമല്ല. ട്രെയിനുകളുടെ സർവീസ്, റൂട്ടുകൾ, സ്റ്റോപ്പുകൾ, സമയക്രമം എന്നിവ റെയിൽവേയുടെ വിവിധ തലങ്ങളിലെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഡിവിഷൻ വിഭജിച്ചാൽ ട്രെയിനുകൾ ഇല്ലാതാകും എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇപ്പോൾ വസ്തുതയായി പറയാൻ കഴിയില്ല. മറ്റൊരു പ്രധാന കാര്യം, തിരുവനന്തപുരം ഡിവിഷന്റെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള റെയിൽവേ രേഖകൾ പരിശോധിച്ചാൽ ഡിവിഷൻ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നതായി കാണാം. 2026 ഓഗസ്റ്റിലും തിരുവനന്തപുരം ഡിവിഷനിൽ വിവിധ പാതകളിലെ പരിപാലന പ്രവർത്തനങ്ങൾക്കും നിശ്ചിത സമയത്തെ ഗതാഗത നിയന്ത്രണങ്ങൾക്കും റെയിൽവേ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതായത് നിലവിലെ ഡിവിഷൻ പ്രവർത്തനം തുടരുകയാണ്. പുതിയ ഡിവിഷൻ രൂപീകരിക്കാനുള്ള റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് മാത്രം നിലവിലെ ഭരണ സംവിധാനം ഉടൻ മാറിയതായി കരുതാൻ കഴിയില്ല. ഇനി എന്താണ് കാത്തിരിക്കേണ്ടത്? ഇപ്പോൾ പ്രധാനമായി കാത്തിരിക്കേണ്ടത് റെയിൽവേ ബോർഡിന്റെ ഔദ്യോഗിക തീരുമാനം തന്നെയാണ്. നാഗർകോവിൽ കേന്ദ്രീകരിച്ച് പുതിയ ഡിവിഷൻ രൂപീകരിക്കുമോ? അങ്ങനെയെങ്കിൽ അതിന്റെ പരിധിയിൽ വരുന്ന സ്റ്റേഷനുകൾ ഏതൊക്കെയായിരിക്കും? തിരുവനന്തപുരം ഡിവിഷന്റെ പരിധി എത്രത്തോളം മാറും? പുതിയ ഡിവിഷൻ ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ തന്നെ ആയിരിക്കുമോ? ഇവയെല്ലാം ഔദ്യോഗിക ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മാംഗ്ലൂർ മേഖല മാറ്റാനുള്ള തീരുമാനം ഇതിനകം റെയിൽവേ ബോർഡ് പ്രഖ്യാപിക്കുകയും ഒക്ടോബർ 1 മുതൽ നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇനി റെയിൽവേ ബോർഡ് എന്ത് തീരുമാനമെടുക്കും എന്നത് തന്നെയാണ് നിർണായകം.